നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ജില്ലയിലെ CPM വിമത നേതാവും KTDC ചെയർമാനുമായ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വിഭാഗീയതയുടെ പേരിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട PK ശശി ഏറെക്കാലമായി പാർട്ടിയുമായി അകർച്ചയിലായിരുന്നു. PK ശശിയെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നേതാക്കളുടെ നീക്കങ്ങൾ അണിയറയിൽ. തൃശൂർ ജില്ലയിൽ പര്യടനം തുടരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ UDFന്റെ വിദ്യാഭ്യാസ നയ പ്രഖ്യാപനം. വയനാട്ടിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻസ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. യൂണിവേഴ്സിറ്റികൾ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടമല്ലെന്നും അക്കാദമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടമാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ. പട്ടികജാതി വിഭാഗക്കാരെ ചേർത്ത് പിടിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് മന്ത്രി OR കേളു. പൂർണ്ണ വികസനമാണ് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയതെന്നും താഴെത്തട്ടിൽ ഉള്ളവർക്ക് വികസനം എത്തിയാൽ മാത്രമേ വികസനം പൂർണ്ണമാകുകയുള്ളൂവെന്നും മന്ത്രി. ഐശ്വര്യഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അനങ്ങനഴി. പാലക്കാട് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ കോലത്തിൽ മദ്യമൊഴിച്ച് കത്തിച്ച് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച ബാറുകളുടെ സമയം ദീർഘിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച മുതലാളിമാരും മന്ത്രിയും തമ്മിലുള്ള കോഴ ഇടപാടാണ് ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചതിന് പിന്നിലെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. PK ശശിയുടെ കൂടുമാറ്റം ജനങ്ങൾ വിലയിരുത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ചവർ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ബാറുകളുടെ സമയം കൂട്ടുന്നത് താൻ അറിഞ്ഞിരുന്നതായും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒക്കെ ബാറുകളുടെ സമയം നേരത്തെ തന്നെ കൂട്ടിയതാണെന്നും ബിനോയ് വിശ്വം. കേരള പോലീസിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാവുന്ന വിധത്തിൽ നവീകരണം നടന്നത് ഇടതു ഭരണകാലത്തെന്ന് K ബാബു MLA. സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ ചിലരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തികൾ പാടില്ലാത്തതാണെന്നും ഒരു പതിറ്റാണ്ടിന് ശേഷം കേരള പോലീസ് എന്താവണമെന്ന ദർശനത്തോടെയാണ് സർക്കാരിൻ്റെ സമീപനമെന്നും MLA. KPOA ജില്ലാ സമ്മേളനം പാലക്കാട്ട്. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഖച്ഛായ മാറുന്നു. ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചിലവിൽ. ഫെബ്രുവരി 20 മന്ത്രി V ശിവൻകുട്ടി കെട്ടിടം നാടിന് സമർപ്പിക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് ജില്ലയിലെ CPM വിമത നേതാവും KTDC ചെയർമാനുമായ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വിഭാഗീയതയുടെ പേരിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട PK ശശി ഏറെക്കാലമായി പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു. അതേസമയം PK ശശി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുമായി ഇഴഞ്ഞു നിൽക്കുന്ന PK ശശിയെ പാർട്ടിയിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. PK ശശി പാർട്ടിക്ക് വഴങ്ങിയില്ലെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഏറെക്കാലമായി പാർട്ടിയിൽ സജീവമല്ലാത്ത PK ശശി കോൺഗ്രസിലേക്ക് പോകുമെന്ന തരത്തിൽ പ്രചരണമുണ്ട്. കോൺഗ്രസ് പാളയത്തിലെത്തിയില്ലെങ്കിലും UDFുമായുള്ള സഹകരണം UDF നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. PK ശശി UDFിൽ എത്തിയാൽ ഒറ്റപ്പാലം സീറ്റ് PK ശശിക്ക് നൽകാൻ UDFിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായും PK ശശി ചർച്ച നടത്തിയിരുന്നു. പ്രതിപക്ഷ ചർച്ചകൾക്ക് ശേഷം നടന്ന KTDC ചെയർമാൻ സ്ഥാനം രാജിയാണ് CPMനെ വെട്ടിലാക്കിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശി അനുകൂലികൾ മത്സരിക്കുകയും കരുത്ത് തെളിയിക്കുകയും ചെയ്തതോടെയാണ് ശശിയെ തിരിച്ച് പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി നയിച്ച വികസന മുന്നേറ്റ യാത്ര വീട്ടുപടിക്കിലൂടെ പോയിട്ടും ശശി തിരിഞ്ഞു നോക്കാതിരുന്നതും വാർത്തയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ ജില്ലയിൽ പര്യടനം തുടരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ UDFന്റെ വിദ്യാഭ്യാസ നയ പ്രഖ്യാപനം. വയനാട്ടിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻസ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. യൂണിവേഴ്സിറ്റികൾ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരിടമില്ലെന്നും അക്കാദമിക് കാര്യങ്ങൾ ആയിരിക്കണം ചർച്ച ചെയ്യേണ്ടതെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. യൂണിവേഴ്സിറ്റികളിൽ സ്വയംഭരണവും അക്കാദമിക് നേതൃത്വവും ഉറപ്പാക്കും. ന്യൂജൻ കരിക്കുലം വികസിപ്പിക്കും. വയനാട് മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആന്റി റാഗിംഗ് സംവിധാനം ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും നടപ്പാക്കും. സെമസ്റ്റർ ഇൻ കേരള എന്ന പേരിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും. ശാസ്ത്രബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുൻ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പേരിൽ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ക്യാമ്പസ് ഇലക്ഷന് അക്കാദമിക് ഇലക്ഷൻ കമ്മീഷനെ സ്ഥാപിക്കും. സർവകലാശാല തലപ്പത്ത് അക്കാദമിക് കാര്യങ്ങൾ ഭരണാധികാരം ഒരു പ്രത്യേക അക്കാദമി സിൻഡിക്കേറ്റിലേക്ക് കൈമാറും. സിലബസ്, അക്കാദമി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മുഴുവൻ സർവകലാശാലകളിലും അക്കാദമിക് സിൻഡിക്കേറ്റ് രൂപീകരിക്കും. യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരിടമല്ലെന്നും VD സതീശൻ പറഞ്ഞു. അക്കാദമിക് കാര്യങ്ങളായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. ക്യാമ്പസ് യൂണിയനുകളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് വിദ്യാർത്ഥി യൂണിയൻ ഇലക്ഷൻ നടത്തിപ്പ്
നീതിപൂർവമാക്കാൻ വേണ്ടി സ്വതന്ത്ര സ്റ്റുഡൻറ് അക്കാഡമിക് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കും. ക്യാമ്പസ് യൂണിയനുകളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ടുവരും. സർവകലാശാലാ സമിതികളിൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺമാരിൽ നിന്ന് റൊട്ടേഷൻ വ്യവസ്ഥയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ടുവരും. അതാണ് നമ്മൾ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ഒരു മോഡൽ പാർലമെൻറ്റ് പോലെ കോളേജ് യൂണിയനുകൾ പ്രവർത്തിക്കണം. ഒരു ജനാധിപത്യ ബോധം കൂടി കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കണം. അല്ലാതെയുള്ള അനാവശ്യമായിട്ടുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസ്ഥാനത്തിൻ്റെ സമീപനങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കും. അതായത് സ്ട്രക്ചറിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ UGC പ്രോഗ്രാമും മറ്റു കാര്യങ്ങളെല്ലാം ഘടനാപരമായി ഉണ്ടാകുന്ന സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഐശ്വര്യഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അനങ്ങനടിയിൽ നടന്നു. പട്ടികജാതി വിഭാഗക്കാരെ ചേർത്ത് പിടിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി OR കേളു പറഞ്ഞു. പൂർണ്ണ വികസനമാണ് ഇടതു സർക്കാർ നയമെന്നും താഴെത്തട്ടിൽ ഉള്ളവർക്ക് വികസനം എത്തിയാൽ മാത്രമേ വികസനം പൂർണ്ണമാവുകയുള്ളൂ എന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്രയധികം വികസന പ്രവർത്തനം നടത്തിയ സർക്കാർ എന്ന ബഹുമതി ഇടതുപക്ഷത്തിനാണ്. വീടുകളായാലും റോഡുകളായാലും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളായാലും സ്കോളർഷിപ്പ് തുടങ്ങി എല്ലാ മേഖലയിലും വികസനം നടപ്പിലാക്കി. താഴെ തട്ടിലുള്ളവർക്ക് വികസനം എത്തിയാൽ മാത്രമാണ് വികസനം പൂർണ്ണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞ വാക്കാണ് LDF സർക്കാർ പാലിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ 10 വർഷം മുമ്പുള്ള സ്കൂളുകളൊന്നും അല്ലെന്ന് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ. ആശുപത്രികളായാലും പഴയ ആശുപത്രികളല്ല, ഇപ്പോൾ റോഡുകളായാലും പഴയ റോഡുകളല്ല. കേരളം വലിയ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ സെൻ്ററായിട്ട് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ അടിസ്ഥാന വിഭാഗം അല്ലെ SC/ST വിഭാഗക്കാരാണ്. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ പദ്ധതി വിശദീകരിച്ചു. അരങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉദയകുമാർ, വൈസ് പ്രസിഡന്റ് P. ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A. സിന്ധുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, V. മുരളീധരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ MC ഷീജ, N. ഷീജ, പഞ്ചായത്ത് അംഗം C. മോഹൻദാസ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CP ശശി, P. നാരായണൻകുട്ടി, പാറുകുട്ടി, P. വിജയരാഘവൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ P. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി നഗരങ്ങളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് ഐശ്വര്യഗ്രാമം പദ്ധതി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ കോലത്തിൽ മദ്യമൊഴിച്ച് കത്തിച്ച് പാലക്കാട്ടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ബാർ മുതലാളിമാരും മന്ത്രിയും തമ്മിലുള്ള കോഴ ഇടപാടാണ് ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചതിന് പിന്നിലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തിയ പ്രവർത്തകർ മന്ത്രിയുടെ കോലം മദ്യമൊഴിച്ചാണ് കത്തിച്ചത്. ബാറുകളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു നഗരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. ബാർ മുതലാളിമാരും എക്സൈസ് മന്ത്രി രാജേഷും തമ്മിലുള്ള കോഴ ഇടപാടാണ് ബാറുകളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിച്ചതിന് പിന്നിലെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. ആരാധനാലയങ്ങളിലെ മൈക്ക് 10 മണിക്ക് ഓഫ് ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്ന സർക്കാർ ബാറുകളുടെ കാര്യത്തിൽ കാണിക്കുന്ന കരുതലിലൂടെ പുറത്തുവരുന്നത് അഴിമതിയാണെന്നും തങ്കപ്പൻ ആരോപിച്ചു. സഹായം നൽകിയതിന്റെ പേരിൽ ഈ ഗവൺമെന്റ് ഇതിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാജേഷിന്റെ പങ്കാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞാൽ അടുത്ത കാലത്ത് തന്നെ ഈ ഗവൺമെന്റ് കാണിച്ച വ്യഗ്രത ഓർക്കണം. രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഉണ്ടായിട്ടുള്ള വ്യഗ്രത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ഡിസ്റ്റിലറി ഒരു അപേക്ഷ കൊടുക്കാത്ത മുൻപ് ആ ഡിസ്റ്റിലറി അനുവദിക്കാനുള്ള താല്പര്യം ഈ വകുപ്പ് മന്ത്രി കാണിച്ചു. അതിന്റെ മുന്നിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് കഴിഞ്ഞപ്പോൾ അത് സ്തംഭനാവസ്ഥയിലേക്ക് പോയപ്പോൾ ഇന്ന് കാണിച്ചത് ബാറുകളുടെ സമയം നീട്ടുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ബാറുകളുടെ എണ്ണം കൂട്ടി, ഇപ്പോൾ സമയം കൂട്ടി, പെട്ടിക്കട തുറക്കുന്നത് പോലെ ലാഘവത്തോടുകൂടി ബാറുകളുടെ തുറന്നു കൊടുക്കുകയും
അവർക്ക് ദീർഘിപ്പിച്ചുള്ള സമയം കൊടുക്കുകയും ചെയ്യുന്നതിൽ അഴിമതിയുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, S രവീന്ദ്രൻ, V മോഹൻ, AM അബ്ദുള്ള, രമേശ് പുത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PK ശശിയുടെ കൂടുമാറ്റം ജനങ്ങൾ വിലയിരുത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചവർ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബാറുകളുടെ സമയം കൂട്ടുന്നത് താൻ അറിഞ്ഞിരുന്നതായും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ബാറുകളുടെ സമയം നേരത്തെ തന്നെ കൂട്ടിയതായും ബിനോയ് വിശ്വം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, LDF കൺവീനർ പറഞ്ഞു കഴിഞ്ഞു, മന്ത്രിയെ പറഞ്ഞു കഴിഞ്ഞു. തൽക്കാലം അതേപ്പറ്റി വേറൊന്നും പറയുന്നില്ല. ഈ കാര്യത്തിൽ വിവാദത്തിന് കാര്യമില്ല. കാരണം പുതിയതായിട്ട് സംഭവിച്ചില്ല, ഒരു പുതിയ കാര്യമില്ല. ഇപ്പം ഈ ബാറുകളുടെ സമയം പണ്ടേ നീട്ടിയതാണ് പല സ്ഥലങ്ങളിൽ. അതിൻ്റെ അടുത്ത് മറുകാക്കി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു അഭിപ്രായം CPIക്കുണ്ട്. അത് കള്ള് ഷാപ്പുകൾക്കും ബാറുകൾക്കും രണ്ട് ദുരിതപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അത് ആശാസ്യമല്ല, നല്ലതല്ല. കള്ള് ഷാപ്പുകൾക്കുള്ള ദുരിതപ്പെടുത്തി ഇപ്പം കൂടുതലും ബാറുകളുടെ കുറവുകളാണ്. കള്ളാണ് താരതമ്യേന വീര്യം കുറഞ്ഞ മദ്യമെന്നാണ് എല്ലാവരും പറയുന്നത്. ആ കള്ള് വിൽക്കുന്ന കള്ള് ഷാപ്പുകൾക്ക് ദൂരപരിധി കൂടുതലും മറ്റ് വിദേശത്തിൽ വിൽക്കുന്ന ബാറുകൾക്ക് അത് കുറവാകുന്നത് ഒട്ടാശത്വമല്ല. ഇവിടുത്തെ ഒരു വലിയ പാരമ്പര്യമുള്ള വ്യവസായമാണ് കള്ള് വ്യവസായം. ആ പരമ്പരാഗത മേഖലയെ ഇപ്പോഴും അത് ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗമാണ് തൊഴിലാളികൾ. ആ പ്രസ്ഥാനത്തെയും ആ ജീവിതങ്ങളെയും മറന്നുകൊണ്ട് വലിയൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ന്യായമായ ഒരു വിഷയം പറ്റി. അതുകൊണ്ട് CPIയുടെ നിലപാട് ഈ ദൂരപരിധിയുടെ കാര്യത്തിൽ ബാറുകളെയും ഷാപ്പുകളെയും തമ്മിൽ അനുബന്ധിക്കേണ്ട കാര്യമില്ല. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഖച്ഛായ മാറുന്നു. ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങി. പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ഫെബ്രുവരി 20-ന് കെട്ടിടം ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിക്കും. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രൂപത്തിലാണ് പുതിയ കെട്ടിടം ഉയർന്നിരിക്കുന്നത്. ഹൈസ്കൂളിന് വേണ്ടിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ശോചനീയാവസ്ഥയിലായ വർഷങ്ങൾ പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ച് ആ ഭാഗത്തു തന്നെയാണ് പുതിയ കെട്ടിടം ഉയർന്നിരിക്കുന്നത്. പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 2 നിലകളിലായി 9 ക്ലാസ് മുറികളാണുള്ളത്. കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ 3 കെട്ടിടങ്ങളാണ് സ്കൂളിനായി ഇതിനകം അനുവദിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി 20-ന് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിക്കും. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ MLAയെ PTAയുടെ നേതൃത്വത്തിൽ ആദരിക്കും. രാവിലെ 10:30-ന് ആരംഭിക്കുന്ന പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിക്കും. ഉച്ചതിരിഞ്ഞ് യാത്രയപ്പും കലാപരിപാടികളും ഉണ്ടായിരിക്കും. UP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ AK ലത, C ബിന്ദു എന്നിവർക്കാണ് യാത്രയപ്പ് ഒരുക്കുന്നതെന്ന് സ്കൂൾ ഹെഡ് മിസ്സസ് ഗീത STVയോട് പറഞ്ഞു. കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ്. ചടങ്ങിൽ പട്ടാമ്പിയുടെ MLA മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിക്കും. വാരണാസി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയുടെ MLA 3 കെട്ടിടങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന വലിയ സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഈ ഒരു ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം തോന്നുന്ന ഒന്നാണ്. നാളത്തെ ചടങ്ങിൽ വെച്ച് ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ള അവാർഡ് നേടിയ മുഹമ്മദ് മുഹസിൻ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള പോലീസിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാവുന്ന തരത്തിൽ നവീകരണം നടന്ന ഇടത് ഭരണകാലത്തെന്ന് K ബാബു MLA. സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ ചിലരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തികൾ പാടില്ലാത്തതാണെന്നും ഒരു പതിറ്റാണ്ടിനു ശേഷം കേരള പോലീസ് എന്താവണമെന്ന ദർശനത്തോടെയാണ് സർക്കാരിൻ്റെ സമീപനമെന്നും K ബാബു MLA പറഞ്ഞു. KPOA ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കാലങ്ങളായി പരിഹരിക്കപ്പെടാതിരുന്ന സേനാ അംഗങ്ങളുടെ ആവശ്യങ്ങൾ ഇടത് സർക്കാരാണ് അംഗീകരിച്ചത്. സ്റ്റേഷനുകളുടെ പശ്ചാത്തല സൗകര്യം, വാർത്താവിനിമയ സൗകര്യം, വാഹന സൗകര്യം, ആധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് സർക്കാർ സേനയെ നവീകരിച്ചത്.
നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണ കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലാണ്. പോലീസിന് ജനകീയ മുഖം നൽകിയതിലൂടെ പരാതി പറയാൻ ഭയമില്ലാത്ത സ്ഥിതിയായി. ഒരു പതിറ്റാണ്ടിന് ശേഷം കേരള പോലീസ് എന്താവണമെന്ന ദർശനത്തോടെയാണ് സർക്കാരിന്റെ സമീപനമെന്നും MLA കെ ബാബു പറഞ്ഞു. KPOA ജില്ലാ പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. SP അജിത് കുമാർ, KPOA സംസ്ഥാന സെക്രട്ടറി CR ബിജു, DYSP AG ജോൺസൺ, ജില്ലാ കമ്മിറ്റി അംഗം N ഉണ്ണികൃഷ്ണൻ, KPA ജില്ലാ പ്രസിഡന്റ് L സുനിത്, KPOA ജില്ലാ സെക്രട്ടറി C സത്യൻ, കൺവീനർ B രജനീഷ്, N റഫീഖ്, CV ഷീബ, VK അബ്ദുൾ നജീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2024-25 സാമ്പത്തിക വർഷത്തെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ഏറ്റുവാങ്ങി. മന്ത്രി MB രാജേഷിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ഉൾപ്പെടെയുള്ളവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ കണ്ണൂർ പോലീസ് അക്കാദമിയിൽ നടന്ന കേരള സംസ്ഥാന തദ്ദേശ ദിനാഘോഷ പരിപാടിയിലായിരുന്നു പുരസ്കാര സമർപ്പണം നടന്നത്. മന്ത്രി MB രാജേഷിൽ നിന്നും ഷൊർണൂർ നഗരസഭയ്ക്ക് വേണ്ടി ചെയർപേഴ്സൺ P നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CK സൗമ്യ, C സന്ധ്യ, സെക്രട്ടറി PS രാജേഷ്, അക്രഡിറ്റഡ് എഞ്ചിനീയർ ഗോവിന്ദ് മുരളി, അക്കൗണ്ടന്റ് ബിനിത എന്നിവർ ചേർന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചിനക്കത്തൂർ പൂരത്തിന് പാലപ്പുറം ദേശം ഒരുങ്ങിയതായി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലപ്പുറം ദേശോത്സവം എന്ന പേരിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ നൃത്തസന്ധ്യ, പരിയാനംപറ്റ നാദവൈഖരി ഡോക്ടർ ബാബുരാജും സംഘവും അവതരിപ്പിക്കുന്ന നാദതാളവിസ്മയം, ശനിയാഴ്ച നൃത്തനൃത്യങ്ങൾ, മ്യൂസിക്, ഞായറാഴ്ച വൈകിട്ട് 7 മുതൽ KS ഹരിശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ ഉണ്ടാകും. പാലപ്പുറം ദേശത്തിനു വേണ്ടി ഇപ്രാവശ്യം പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും. അക്കിക്കാവ് കാർത്തികേയൻ, മീനാട് കേശു എന്നീ ആനകളും ഉണ്ടാകും. സമ്മാനോത്സവവും ഉണ്ട്. ആൾട്ടോ കാറാണ് ഒന്നാം സമ്മാനം നൽകുന്നത്. 100 പ്രോത്സാഹന സമ്മാനങ്ങൾ വേറെയുമുണ്ട്. 22-ന് കേരള സംസ്ഥാന പിന്നണി ഗായകനുള്ള അവാർഡ് നേടിയ യുവാക്കളുടെ ഏറ്റവും ഹരവുമായിട്ടുള്ള ശ്രീ KS ഹരിശങ്കർ നയിക്കുന്ന ലൈവിംഗ് കൺസേർട്ടാണ് 7 മണി മുതൽ ചെനക്കത്തൂർ കാവ് ഗ്രൗണ്ടിൽ. അത് അത്യാധുനികമായിട്ടുള്ള ശബ്ദ സംവിധാനം ഒരുക്കുന്ന റംല സൗണ്ട്സ് ആണ്. ഈ 3 ദിവസത്തെ പരിപാടികളും ലൈവായിട്ടും എല്ലാം കാണാം. ഇതുകൂടാതെ ഇപ്രാവശ്യത്തെ പൂരത്തിന് പടിഞ്ഞാറൻ ചേരിയെ നയിക്കുന്നത് പാലപ്പുറം ദേശം ആണ്. അതുകൊണ്ട് തന്നെ അതിന് തിടമ്പേറ്റുന്നത് പടിഞ്ഞാറൻ ചേരിക്ക് വേണ്ടി പാലപ്പുറം ദേശത്തിന് വേണ്ടി തിടമ്പേറ്റുന്നത് പുതുപ്പള്ളി കേശവനാണ്. കൂടാതെ പാലപ്പുറം ദേശത്തിന് വേണ്ടിയിട്ട് അക്കിക്കാവ് കാർത്തികേയൻ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടായി മീനാട് കേശു. പാലപ്പുറം ദേശം ചിനക്കത്തൂർ പൂര കമ്മിറ്റി പ്രസിഡന്റ് KT സുരേഷ് ബാബു, സെക്രട്ടറി VP മനോജ് കുമാർ, ട്രഷറർ R മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗാന്ധി മാർഗത്തെ അടുത്തറിയുന്നതിനായി പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ ചതുർദിന പഠന ശിബിരം സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യാ ഗാന്ധി സ്മാരക നിധി ഹർജൻ സേവാ സംഘ് പ്രസിഡന്റ് ഡോക്ടർ N ഗോപാലകൃഷ്ണൻ നായർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ വിവിധ സർവകലാശാലയിലെയും വിവിധ സംഘടനകളിലും പ്രവർത്തിക്കുന്ന യുവതിയുവാക്കൾക്കായാണ് പഠനശിബിരം നടത്തുകയെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പഠനശിബിരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ശബരി ആശ്രമം ഹരിജൻ സേവാ സംഘമാണ്. ഗാന്ധിജിയെ ദൈവതുല്യമായി കാണാതെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി ദർശിക്കേണ്ട ഒന്നാണ്. AA കാലത്ത് സത്യാന്വേഷണം നടത്തുന്ന കാലത്ത് ഗാന്ധി ദർശനങ്ങൾക്ക് ഏറെ പ്രശസ്തിയുണ്ട്. ഗാന്ധി ദർശനത്തിലേക്ക് യുവതിയുവാക്കളെ കൂടുതൽ അടുപ്പിക്കുന്നതിനാണ് പഠനശിബിരം ചർച്ച ചെയ്യുന്നത്. പഠനം, സംവാദം, ചർച്ച, കലാപ്രകടനങ്ങൾ, യാത്ര എന്നിവ ശിബിരത്തിൻ്റെ ഭാഗമാണ്. യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, സാമൂഹിക സ്വാധീനം, ധാർമ്മിക വിദ്യാഭ്യാസം തുടങ്ങി കാലിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നും ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞു. അന്ന് തന്നെ ആ വർഷം തന്നെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. കേരളത്തിലും അന്ന് മുതൽ 51 മുതൽ K കേളപ്പൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഗാന്ധിയൻ സംഘടനയാണ് ഗാന്ധി സ്മാരക നിധി. ഇതിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ ആതിഥേയം നൽകുന്നത് ഹരിജൻ സേവാ സംഘവും ശൗര്യാശ്രമവുമാണ്. അപ്പോൾ ഈ 4 ദിവസത്തെ പരിപാടിയിൽ കാലിക പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. മാത്രമല്ല, ഈ AI യുഗത്തിൽ സത്യാനന്തരതയുടെ ഈ കാലഘട്ടത്തിൽ സത്യം മനസ്സിലാക്കാൻ മനുഷ്യന് യാതൊരു മാർഗവും മീഡിയ പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സെക്രട്ടറി MN ഗോപാലകൃഷ്ണൻ പണിക്കർ, ശബരി ആശ്രമം സെക്രട്ടറി T ദേവൻ, ക്യാമ്പ് ഡയറക്ടർ MVR മേനോൻ,
ഡോക്ടർ വാസുദേവൻ പിള്ള, ശ്രീവത്സൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടികജാതി വർഗ വികസന കോർപ്പറേഷന്റെ ഒറ്റപ്പാലം ഉപജില്ലാ കാര്യാലയം ഒറ്റപ്പാലം മുനിസിപ്പൽ മാർക്കറ്റ് കോംപ്ലക്സിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും രണ്ടും രണ്ടാണ്. അങ്ങനെയാണ്. വീടുണ്ട്, സ്ഥലമുണ്ട്, അത്യാവശ്യം ജീവിത മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാര്യമായിട്ടൊരു ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ല. അത് ദാരിദ്ര്യവും അതിദാരിദ്ര്യമാവുമോ? അപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് ഞാനിതൊരു തമാശയ്ക്ക് പറയുന്നല്ല. കുറേ പേര് മുഖ്യമന്ത്രിയെ കളിയാക്കി, എന്നെയും കളിയാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവരാണ്. കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ വായ്പാ വിതരണം നടത്തി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു, നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ T സബിത, KK രാമകൃഷ്ണൻ, VS ശ്രീലുജ, S പാർവതി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P രമേശ് കുമാർ, R അനിൽകുമാർ, T സുനിൽ, PV ബഷീർ, ബാബു മൊയ്തീൻകുട്ടി, ശോഭന, തോമസ് ജേക്കബ്, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം, പട്ടാമ്പി, തൃത്താല, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1,35,000 പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വിവിധ സേവനങ്ങൾ ഇനി ഒറ്റപ്പാലം സബ് ഓഫീസിൽ നിന്ന് ലഭിക്കും. സ്വയം തൊഴിൽ, വിദ്യാഭ്യാസം, വിവാഹം, ഭവന നിർമ്മാണം എന്നീ ആവശ്യങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുകയാണ് ലക്ഷ്യം. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് CDS വഴി വായ്പ. നിലവിൽ സംഭരണം നടത്തുന്നവർക്ക് വിപുലീകരിക്കാൻ സമൃദ്ധി കേരളം പദ്ധതി, മിൽമ പാർലർ തുടങ്ങിയ പദ്ധതികളും കോർപ്പറേഷൻ നടപ്പിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിൽ ഫോറൻസിക് സയൻസ് ലാബ് തുറന്ന് പ്രവർത്തനം തുടങ്ങി. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ ലാബ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഡോക്ടർ രാമേന്ദ്രൻ നായർ, പ്രിൻസിപ്പൽ കിരാതമൂർത്തി, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വിഷ്ണു രാമേന്ദ്രൻ, ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ആദർശ് ജി ദാസ്, സേനാഭൂഷണം ഡോക്ടർ പ്രവീൺ, ഡോക്ടർ അൽസിബ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അസൈനാർ മരണസ്ഥിരീകരണം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഭാരതപ്പുഴ കൺവെൻഷൻ ഒറ്റപ്പാലം ഭാരതപ്പുഴ മണൽപ്പുറത്ത് വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷൻ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുക. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ വൈകിട്ട് 6 മുതൽ 9 വരെയാണ് ഭാരതപ്പുഴ കൺവെൻഷൻ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലുള്ള പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലാണ് ഭാരതപ്പുഴ കൺവെൻഷൻ. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ അജി ആൻ്റണി എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും. പാസ്റ്റർ E.T. ജോസ്, സ്റ്റീഫൻ ദേവസി, സ്റ്റീഫൻ സാമുവൽ ദേവസി എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത ശുശ്രൂഷയും വിവിധ ദിവസങ്ങളിൽ നടക്കും. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുക. ഭാരവാഹികളായ പ്രസിഡന്റ് പാസ്റ്റർ KK വിൽസൺ, സെക്രട്ടറി PK ദേവസി, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി റോയ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 27ാമത് ഭാരതപ്പുഴ കൺവെൻഷൻ 2026 ഫെബ്രുവരി 20, 21, 22 തീയതിയിൽ സാധാരണ നടത്താറുള്ള ഭാരതപ്പുഴ മണൽപ്പുറത്ത് വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ പ്രസംഗം തുടങ്ങുന്നതായിരിക്കും. ഈ വർഷത്തെ പ്രാസംഗികർ പാസ്റ്റർ അനിൽ കുഴിത്തോട്ടം, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ സജി ആൻ്റണി എന്നിവർ മുഖ്യ പ്രാസംഗികരായിരിക്കും. സംഗീത ശുശ്രൂഷയ്ക്ക് സ്റ്റീഫൻ ദേവസി, പിന്നെ സ്റ്റീവൻ സാമുവൽ ദേവസി, പാസ്റ്റർ E.T. ജോസ് എന്നിവർ നയിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഖേലോ ഇന്ത്യ വടംവലി മത്സരത്തിലും നാഷണൽ വടംവലി മത്സരത്തിലും സ്വർണ്ണ മെഡൽ അണിഞ്ഞ പർളി സ്വദേശിനിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരം. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA അപർണയെ പൊന്നാടയും മെമൻറ്റോയും നൽകി ആദരിച്ചു. പാലക്കാട് മേഴ്സി കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായ അപർണ ഗുജറാത്തിലെ ദാമൻ ആൻഡ് ദിയുവിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ ബീച്ച് വടംവലി മത്സരത്തിലും മഹാരാഷ്ട്രയിലെ പാൽഘർ വെച്ച് നടന്ന നാഷണൽ വടംവലി മത്സരത്തിലും സുവർണ ഗോൾഡ് മെഡൽ നേടി ഒന്നാമതായി. പറളി കുന്നശ്ശേരിയിൽ താമസിക്കുന്ന ശശികുമാർ നളിനി ദമ്പതികളുടെ മകളാണ്
അപർണ. ആദര ചടങ്ങിന് റിയാസ് പറളി നേതൃത്വം നൽകി. പറളി പഞ്ചായത്ത് 4-ാം വാർഡ് അംഗം TV അശോകൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KT സുരേഷ് കുമാർ, മുൻ പഞ്ചായത്ത് അംഗം മോഹൻ രാജ്, ശ്രീനിവാസൻ, മോഹനൻ, രാജൻ, രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പൈങ്കുളം വാഴാലിക്കാവ് വേലമഹോത്സവത്തിൻ്റെ ഭാഗമായി 5ാം വേലമഹോത്സവം കൊണ്ടാടി. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പൈങ്കുളം തിരുവഞ്ചിക്കുഴി അമ്പലത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വാഴാലിക്കാവിലേക്ക് വേല എത്തി. പാരമ്പര്യ ചടങ്ങുകൾ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഇത്തവണയും വേല എഴുന്നള്ളിപ്പ്. പൂതനും തിറയും വെള്ളാട്ടും കലാരൂപങ്ങളുമായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പഴയകാലത്ത് ആളുകൾ പന്തം കൊളുത്തിയും ചൂട്ട് കത്തിച്ചുമാണ് അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെത്തിയിരുന്നത്. ആ പാരമ്പര്യം ഇപ്പോഴും ഇവർ തുടർന്നു പോവുകയാണ്. ക്ഷേത്രത്തിൽ നടന്ന അതിഗംഭീരമായ മേളത്തിൽ പന്തം കത്തിച്ചു പിടിച്ച് ആ വെളിച്ചത്തിലാണ് അതിഗംഭീരമായ മേളം നടന്നത്. ചൂട്ട് കത്തിച്ചു പിടിച്ചാണ് 5ാം വേല ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് വിവിധ ദേശക്കാരുടെ വേലകളും വാഴാലിക്കാവ് ക്ഷേത്രത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇനി മാറ്റിൽ നോക്കാം. ബാറുകളുടെ സമയക്രമം പ്രതിപക്ഷത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കുന്നു. അതേസമയം തങ്ങളോടുകൂടി ആലോചിച്ചിട്ടില്ലെന്നാണ് VD സതീശൻ പറയുന്നത്. ബാറുകൾ രാത്രി 1 മണിക്കൂർ വരെ വർദ്ധിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നിലനിൽക്കുന്നതായും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണങ്ങൾ നോക്കാം. മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ബാറുകളുടെ സമയം വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥർ അതിനനുസരിച്ചുള്ള നിയമം കറക്റ്റായി കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ അത് സമൂഹത്തിനെ വേറൊരു രീതിയിലാണ് ബാധിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് ആടിനെ പട്ടിയാക്കുന്നൊരു പരിപാടിയാണ്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യത്തോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ CPM വിമത നേതാവും KTDC ചെയർമാനുമായ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വിഭാഗീയതയുടെ പേരിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട PK ശശി ഏറെക്കാലമായി പാർട്ടിയുമായി അകർച്ചയിലായിരുന്നു. PK ശശിയെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നേതാക്കളുടെ നീക്കങ്ങൾ അണിയറയിൽ. തൃശൂർ ജില്ലയിൽ പര്യടനം തുടരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ UDFന്റെ വിദ്യാഭ്യാസ നയ പ്രഖ്യാപനം. വയനാട്ടിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻസ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. യൂണിവേഴ്സിറ്റികൾ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടമല്ലെന്നും അക്കാദമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടമാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ. പട്ടികജാതി വിഭാഗക്കാരെ ചേർത്ത് പിടിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് മന്ത്രി OR കേളു. പൂർണ്ണ വികസനമാണ് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയതെന്നും താഴെത്തട്ടിൽ ഉള്ളവർക്ക് വികസനം എത്തിയാൽ മാത്രമേ വികസനം പൂർണ്ണമാകുകയുള്ളൂവെന്നും മന്ത്രി. ഐശ്വര്യഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അനങ്ങനഴി. പാലക്കാട് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ കോലത്തിൽ മദ്യമൊഴിച്ച് കത്തിച്ച് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച ബാറുകളുടെ സമയം ദീർഘിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച മുതലാളിമാരും മന്ത്രിയും തമ്മിലുള്ള കോഴ ഇടപാടാണ് ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചതിന് പിന്നിലെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. PK ശശിയുടെ കൂടുമാറ്റം ജനങ്ങൾ വിലയിരുത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ചവർ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ബാറുകളുടെ സമയം കൂട്ടുന്നത് താൻ അറിഞ്ഞിരുന്നതായും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒക്കെ ബാറുകളുടെ സമയം നേരത്തെ തന്നെ കൂട്ടിയതാണെന്നും ബിനോയ് വിശ്വം. കേരള പോലീസിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാവുന്ന വിധത്തിൽ നവീകരണം നടന്നത് ഇടതു ഭരണകാലത്തെന്ന് K ബാബു MLA. സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ ചിലരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തികൾ പാടില്ലാത്തതാണെന്നും ഒരു പതിറ്റാണ്ടിന് ശേഷം കേരള പോലീസ് എന്താവണമെന്ന ദർശനത്തോടെയാണ് സർക്കാരിൻ്റെ സമീപനമെന്നും MLA. KPOA ജില്ലാ സമ്മേളനം പാലക്കാട്ട്. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഖച്ഛായ മാറുന്നു.
ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചിലവിൽ. ഫെബ്രുവരി 20 മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടം നാടിന് സമർപ്പിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.